നമസ്കാരം. ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷ സാധ്യത വീണ്ടും ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഉയർന്നിരിക്കുന്ന സമയമാണ്. മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ അന്തരീക്ഷം ഇതിനകം തന്നെ അതീവ സംഘർഷഭരിതമായിരിക്കെ കരയുദ്ധത്തിനായി ഇറാൻ 10 ലക്ഷത്തിലധികം സൈനികരെ സജ്ജമാക്കുന്നുവെന്ന റിപ്പോർട്ടുകളും രാജ്യത്തുടനീളം യുവാക്കളെ റിക്രൂട്ട്മെന്റ് സെന്ററുകളിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ജനവികാരങ്ങളും ഒരു വലിയ യുദ്ധത്തിനുള്ള മുന്നൊരുക്കത്തിന്റെ സൂചനകളായി വിലയിരുത്തുകയാണ്. യുവാക്കളെ സംഘടിപ്പിച്ചതായും അവർ യുദ്ധത്തിന് സജ്ജമാണെന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ബാസിജ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ, കരസേന എന്നിവയുടെ കീഴിലുള്ള സെന്ററുകളിൽ വൻതോതിലുള്ള ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാനിയൻ മണ്ണിൽ അമേരിക്കക്കാർക്ക് ചരിത്രപരമായ നരകം സൃഷ്ടിക്കാൻ ഇറാനിയൻ പോരാളികൾക്കിടയിൽ ആവേശം പ്രകടമാണ് എന്ന് വാർത്താ ഏജൻസി പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ നീക്കങ്ങൾ വെറും പ്രതിരോധ നടപടികളാണോ അതോ ഒരു വിപുലമായ സൈനിക തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യമാണ് ആഗോള വിശകലനകരെ ആശങ്കപ്പെടുത്തുന്നത്. ഇറാന്റെ സൈനിക സജ്ജീകരണം പുതിയതല്ല എങ്കിലും ഇത്രയും വലിയതായ ഒരു മൊബിലൈസേഷൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിധേയമാകുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ ഒരു രാജ്യവും ഇത്ര വലിയ തോതിൽ സൈനികരെ ഒരുമിച്ച് സജ്ജമാക്കുന്നത് സാധാരണയായി പ്രതീക്ഷിക്കുന്ന ആക്രമണത്തിനോ അതോ ദീർഘകാല യുദ്ധത്തിനോ മുന്നോടിയായിരിക്കും. യുവാക്കളെ സ്വമേധയാ സൈന്യത്തിൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന പ്രവണത ദേശീയതയുടെ ഉയർച്ചയും ഭരണകൂടത്തിന്റെ ശക്തമായ പ്രചരണ സംവിധാനവും സൂചിപ്പിക്കുന്നു. ഇതൊരു പ്രതിരോധ യുദ്ധത്തിനായി ജനങ്ങളെ മാനസികമായി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായും വിലയിരുത്താം. മറ്റൊരു പ്രധാന ഘടകം മധ്യപൂർവേഷ്യയിലെ നിലവിലെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യമാണ്. വിവിധ പ്രോക്സി സംഘർഷങ്ങൾ, കടൽ മാർഗങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, എണ്ണ വിതരണ ശൃംഖലയിലെ അനിശ്ചിതത്വം ഇവ ഇതിനകം തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാനും യുഎസും തമ്മിലുള്ള നേരിട്ടുള്ള കരയുദ്ധം സംഭവിച്ചാൽ അതിന്റെ പ്രതിഫലനം ആഗോളതലത്തിൽ അതിവിപരീതമായിരിക്കും. അതിനാൽ ഇറാന്റെ സൈനിക സജ്ജീകരണം ഒരു ഡിറ്ററൻസ് അഥവാ ഭീഷണിയുടെ മുന്നറിയിപ്പ് തന്ത്രമായി കാണപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ശത്രുവിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സ്വന്തം സൈനിക ശക്തി പ്രദർശിപ്പിക്കുക. അതേസമയം ഈ നീക്കങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതായിരിക്കാമെന്ന വിലയിരുത്തലുകളും നിലനിൽക്കുന്നു. രാജ്യത്തിനുള്ളിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, ജനക്ഷോഭങ്ങൾ എന്നിവയെ മറികടക്കാൻ ചിലപ്പോൾ ഭരണകൂടങ്ങൾ ദേശീയ സുരക്ഷാ ഭീഷണികളെ ഉയർത്തിക്കാട്ടി ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കും. ഇത്തരത്തിൽ വൻതോതിലുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഒരു ദേശീയ ഐക്യത്തിന്റെ ചിഹ്നമായി ഉപയോഗിക്കപ്പെടുകയും ഭരണകൂടത്തിന്റെ ശക്തി പകരുകയും ചെയ്യും. യുദ്ധ സാധ്യതകളെ വിലയിരുത്തുമ്പോൾ സൈനിക സജ്ജീകരണത്തിനോടൊപ്പം സാങ്കേതിക വിദ്യയും നിർണായകമാണ്. ഇന്നത്തെ യുദ്ധങ്ങൾ പരമ്പരാഗത കരയുദ്ധങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്നവയല്ല. സൈബർ ആക്രമണങ്ങൾ, ഡ്രോൺ യുദ്ധങ്ങൾ, മിസൈൽ സിസ്റ്റങ്ങൾ എന്നിവ വലിയ പങ്ക് യുദ്ധത്തിൽ വഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും കരയുദ്ധത്തിനായി വലിയ തോതിൽ സൈനികരെ തയ്യാറാക്കുന്നത് ഭൂമിയിലെ നിയന്ത്രണം നേടാനുള്ള ലക്ഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു പ്രദേശം കൈവശപ്പെടുത്തുകയോ അതിനെ സംരക്ഷിക്കുകയോ ചെയ്യുന്നതിനുള്ള ദീർഘകാല സൈനിക ഇടപെടലിന് ഇറാൻ തയ്യാറെടുക്കുകയാണ് എന്ന് ചില വിശകലനങ്ങൾ കരുതുന്നു. ഇതോടൊപ്പം യുവാക്കളിൽ കാണുന്ന വോളണ്ടിയർ പ്രവാഹം ഒരു സാമൂഹിക മാനസിക ഘടകവും വെളിവാക്കുകയാണ്. രാജ്യസ്നേഹവും മതപരമായ പ്രചോദനങ്ങളും ചേർന്നുണ്ടാകുന്ന ഈ ഉത്സാഹം യുദ്ധസമയങ്ങളിൽ സൈന്യത്തിന് വലിയ പിന്തുണ നൽകുന്ന ഘടകമാണ്. എന്നാൽ ഇത് ഒരുപോലെ ഭീഷണിയും കൂടിയാണ്. കാരണം ഇത്തരം വികാരങ്ങൾ കൂടുതൽ കടുത്ത സംഘർഷങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആഗോളതലത്തിലെ ഈ സംഭവ വികാസങ്ങൾ പല രാജ്യങ്ങളെയും അവരുടെ വിദേശ നയങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കും. പ്രത്യേകിച്ച് എണ്ണവില, വ്യാപാര പാതകൾ, സുരക്ഷാ കൂട്ടുകെട്ടുകൾ എന്നിവയെല്ലാം ഈ സംഘർഷത്തിന്റെ ദിശയെ ആശ്രയിച്ചിരിക്കും. യുഎസും അതിന്റെ കൂട്ടാളികളും ഇറാന്റെ നീക്കങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതും നിർണായകമാണ്. ഒരു തെറ്റായ വിലയിരുത്തൽ പോലും വലിയ യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ നടത്തുന്ന ഈ വൻതോതിലുള്ള സൈനിക സജ്ജീകരണവും യുവാക്കളെ ഉൾപ്പെടുത്തി നടത്തുന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവും ഒരേ സമയം പല സന്ദേശങ്ങളും നൽകുന്നവയാണ്. ആഭ്യന്തര ഐക്യത്തിന്റെ ഉറപ്പ്, ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പ്, അതേസമയം ഒരു വലിയ സംഘർഷത്തിന്റെ സൂചനയും. ഈ നീക്കങ്ങൾ യഥാർത്ഥ യുദ്ധത്തിലേക്കാണോ നയിക്കുക അതോ ശക്തി പ്രദർശനത്തിലൂടെ സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമമാണോ എന്നത് അടുത്ത കാല സംഭവ വികാസങ്ങളാണ് നിർണ്ണയിക്കുക. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ലോകം വീണ്ടും ഒരു വലിയ ഭൂപ്രദേശീയ സംഘർഷത്തിന്റെ വക്കിലാണ്. അതിന്റെ പ്രതികൂല ഫലങ്ങൾ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്.